അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കൂലേ, അതേ രീതിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വീഡിയോ കാണാം കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ ഒരു 1.5 കിലോ ബീഫിൻ്റെ തട്ടാ കാണിക്കുന്നത്. ഏകദേശം ഒരു 1.5 കിലോ ബീഫ് ഉണ്ട് ഇത്. അപ്പോൾ അതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു 4 വലിയ സവാളയാണ് ഞാനിപ്പോൾ എടുത്തത്. നിങ്ങളിപ്പോൾ മീഡിയം സവാളയൊക്കെ ആണെങ്കിൽ 5 എടുക്കുക. നിങ്ങൾക്ക് മസാല എത്രയാണോ വേണ്ടത് അത്ര എടുക്കട്ടോ. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ മസാല എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 3 വലിയ തക്കാളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം വെച്ചിട്ടൊക്കെ എടുക്കട്ടെ നിങ്ങൾക്ക്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതട്ടാ. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ വെളുത്തുള്ളിയാണ് തന്നെ 2 വെളുത്തുള്ളീൻ്റെ മുഴുവനായിട്ടുണ്ടല്ലോ, അങ്ങനെ 2 എണ്ണം എടുത്തത്. നിങ്ങളടുത്ത് വലിയ വെളുത്തുള്ളീൻ്റെ അച്ചാണങ്ങളുള്ളത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇഞ്ചി എപ്പം ചെറിയ പീസ് മാത്രമേ എടുക്കണ്ടു, വെളുത്തുള്ളീനെക്കാട്ടും കൂടുതൽ ഇഞ്ചി ഉണ്ടാവുക കേട്ടോ. പിന്നെ ഒരു 5-6 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകിനും എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-10 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിന, കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പുതിനയും മല്ലിയിലയും കൂടിയിട്ട് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മാത്രം മതി കേട്ടോ. പിന്നെ ഇതാ ഒരു 160 ml തൈരിൻ്റെ ബോക്സ് ആയത്. അപ്പോൾ അതിൽ നിന്ന് അതും മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പൊക്കെ വരും. ഇതിപ്പോൾ പുളിയില്ലാത്ത തൈര, നല്ല പുളിയുള്ളതാണെങ്കിൽ 1/4 കപ്പ് മതിയാവും. പിന്നെ ഇതാ വിനീഗർ എടുത്തിട്ടുണ്ട്. അതിതാ 2 മൂടി കേട്ടോ. ഈ വിനീഗറിൻ്റെ മൂടി തന്നെ ഒഴിച്ചിട്ട് ഒരു 2 മൂടി വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനീഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പക്ഷേ കുരുമുളകിൻ്റെ പൊടി കുറയുമ്പം ഈ ബിരിയാണിയുടെ ഒരു കളറും കൂടി കുറഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇതാ ഫസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പയ്യെ കാണിച്ചു തരാം. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഗരം മസാലയുടെ ചേർക്കുന്നത്. നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പു അതൊക്കെ പൊടിച്ചിട്ടാക്കുമല്ലോ, അതാട്ടാ. ബിരിയാണി മസാലയും ഗരം മസാലപ്പൊടിയും വേറെ വേറെ ആട്ടാ ചേർക്കുന്നത്. പിന്നെ ലാസ്റ്റ് 1 ടീസ്പൂണ് സാധാ നമ്മളെ പെരുംജീരകം ഉണ്ടല്ലോ, പെരുംജീരകത്തിൻ്റെ പൊടിയാട്ടാ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ കൈവച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കട്ടെ. പിന്നെ എൻ്റെ അടുത്ത് വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിലുണ്ടല്ലോ ഞാൻ കുറച്ച് ഭാഗം കുഴച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിന് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ല ഗീ ചേർക്കാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർക്കുക, അല്ലെങ്കിൽ ഓയിലോ പിന്നെ ഡാൽഡയോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഈ കുഴച്ചെടുക്കുന്നതിന് ടൈമിൽ ഈ ഒരു ക്ലിപ്പ് മിസ്സായി കേട്ടോ. പിന്നെ ഇതാ ഞാൻ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കട്ടോ. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റൂലെങ്കിൽ ഇതേ രീതിക്ക് നിങ്ങൾക്ക് കുക്കറിലിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഗ്യാസിലേക്ക് മാറ്റിക്കൊണ്ട് ഉപ്പൊക്കെ ഉണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടാട്ടോ ഗ്യാസിലേക്ക് മാറ്റേണ്ടത്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ട് കേട്ടോ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. കുക്കറിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും, അല്ലാണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കുറേ ഉണ്ടാകുമ്പം കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബീഫായതുകൊണ്ട് എന്തായാലും കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അതവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് എടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ സാധാ ഓയിൽ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇങ്ങനെ ഓയിലൊന്നും ഒഴിക്കുമ്പോൾ വലിയ കണക്കൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതാ ഒരു 2 വലിയ സവാള നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ പൊരിച്ചിട്ട് എടുക്കട്ടോ. കരിഞ്ഞു പോറ് നല്ല പോലെ പൊരിഞ്ഞ് വരിക ചെയ്യേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ എപ്പോൾ എടുത്തിട്ട് നടുവിലേക്ക് ആക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ സൈഡ് ഭാഗം കരിഞ്ഞു പോവും. ഇപ്പം ഞാൻ കുറച്ച് ഓയിലും ഗീയും മാത്രമേ ചേർത്തത്, അത്രേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഓയിലും ഗീയൊക്കെ ചേർത്തിട്ട് നല്ല പോലെ പൊരിച്ചിട്ടെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതെന്തായാലും നമ്മൾ നല്ല പോലെ ഒന്ന് വാടി വരുമ്പോഴല്ലോ ഓയിലൊക്കെ മേലെ തെളിഞ്ഞ് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇപ്പോൾ ഏകദേശം ഇതാ ഒരു പകുതി ഭാഗം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കട്ടോ. കാഷ്യും കിസ്മിസും നിങ്ങളെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിസ്മിസൊക്കെ നല്ല പോലെ ഓയിലിൽ കിടന്നിട്ട് പൊന്തി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതാ നല്ല പോലെ കിസ്മിസൊക്കെ പൊന്തി വന്നതിന് ശേഷം ഞാനിതാ ഒരു കൈപ്പിടിയിൽ ക്യാരറ്റ് ഇട്ടാ നല്ല നീളത്തിൽ നൈസാക്കിയിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിനില്ല പ്രശ്നമില്ല കേട്ടോ. എന്തായാലും ദമ്മിടുമ്പം ഇത് ഇട്ട് കൊടുക്കണം. പക്ഷേങ്കിൽ ഈ നെയ്യിലിട്ടിനില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സെപ്പറേറ്റ് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിനോട് തന്നെ പെട്ടെന്ന് എടുക്കും കേട്ടോ. ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്.
കൊടുക്കൽ. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിക്കൊണ്ട് അപ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. നമ്മൾ ക്യാരറ്റൊന്നും വലിയ പോലെ കുക്കായിട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുഴുവനായിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് കോരി വെക്കാം. ഇതേ ഓയിലിൽ തന്നെ കേട്ടോ ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത്ര ഓയിൽ നമുക്ക് ബാക്കി വന്നത്, ഗീയും ഓയിലൊക്കെ മിക്സ് ആയതാണല്ലോ. അപ്പോൾ ഇത് ഞാൻ വലിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓയിലുണ്ടല്ലോ അത് തന്നെ ഫസ്റ്റ് അങ്ങ് ഒഴിച്ച് കൊടുക്കട്ടെ. അത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതന്നെ ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ബാക്കി എത്രയാണോ വേണ്ടത് അത് ഒഴിക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തന്നെ ഗീ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് എൻ്റെ അടുത്തുള്ള കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം സ്റ്റാർ, അതുപോലെ ബേ ലീഫ് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളി നല്ലപോലെ നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ആക്കി എടുക്കട്ടെ. ഇനി നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒന്നിക്ക് അങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുക. ഞാൻ പച്ചവെള്ളം കേട്ടോ ഒഴിക്കൽ. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ കണക്കൊന്നും നോക്കിയിട്ടല്ല ഒഴിക്കൽ കേട്ടോ, എൻ്റെ ഒരു കൈ കണക്കിലാണ് ഞാൻ ഒഴിക്കൽ. പക്ഷേങ്കിൽ നിങ്ങൾ എടുക്കുമ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള നിലയിൽ തന്നെ ഒഴിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അരി കൂടുതലായിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറവായിരിക്കും വേണ്ടു. 1.5 കപ്പ് വേണ്ടായിരിക്കും, ഒരു 1.25 കപ്പൊക്കെ മതിയായിരിക്കും കേട്ടോ. അരി കുറവാണെങ്കിൽ 1.5 കപ്പ് വെള്ളം തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടുതലുണ്ട്, ക്യാരറ്റും മല്ലിയിലൊക്കെ കുറച്ച് മതി കേട്ടോ. പക്ഷേങ്കിൽ ക്യാരറ്റൊക്കെ എന്തായാലും ചേർക്കാൻ ശ്രമിക്കുക. ക്യാരറ്റൊക്കെ നിങ്ങളെ അളവിന് ചേർക്കുക കേട്ടോ, പക്ഷേങ്കിൽ അധികം കൂടണ്ട. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഇതാ ഞാനിപ്പോൾ ഇതാ ഒരു 1.5 കിലോന് അരിയായിട്ട് എടുത്തത്, സാധാ ജീരകശാല അരിയാണ് എടുത്തത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ, നമ്മൾ ബസ്മതി അരിയല്ല കേട്ടോ ഇത്, സാധാ നമ്മൾ നെയ്ച്ചോറൊക്കെ ഗീ റൈസൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കുന്ന സാദാ ഗീ റൈസ്. ഈ ഒരു അരി നമ്മൾ അധികം ഒരുപാട് ടൈം കഴുകണ്ട, ഒരു 2-3 പ്രാവശ്യം കഴുകിയാൽ മതി കേട്ടോ. കാരണം അധികം ഇത് കഴുകുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്ന പറയുന്നത്. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്, വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ ഉപ്പ് നോക്കുമ്പോണ്ടല്ലോ കുറച്ചൊന്നും മുന്തി നിൽക്കണം കേട്ടോ ഉപ്പ്, എന്നാലും നമുക്ക് റൈസ് കുക്കായി വരുമ്പം ആ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടും. ഇനിയിപ്പോൾ ഇത് ഞാനിത് നോക്കുന്നത് വെള്ളം കറക്റ്റാണോ എന്നിട്ടാ. നിങ്ങൾക്ക് തീരെ അളവ് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ റൈസ് ഇട്ടതിൻ്റെ നേരെ 1 ഇഞ്ച് മേലെ വെള്ളം ഉള്ളെങ്കിൽ കറക്റ്റായിരിക്കും കേട്ടോ നിങ്ങളെ വെള്ളം. അല്ല കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഗ്ലാസ്സിൽ മാറ്റി വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഈ റൈസും വെള്ളം ഒരേ രീതിക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ, ഒരേ ഒരു നിലയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. ഇതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ട് എടുത്തത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതാ റൈസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അടിയിലുള്ള റൈസൊക്കെ മേലെയുള്ള റൈസൊക്കെ അടിയിലും ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി അതേ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല കറക്റ്റായിട്ടുള്ള വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കട്ടെ. അതേ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക. നമ്മളെ റൈസ് അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ എൻ്റെ റൈസ് ഇവിടെ വെന്തിനുണ്ട്. ഇനി നമ്മൾ മസാല നോക്കാം. മസാലേൻ്റെ അവസ്ഥ ഇങ്ങനെയായിട്ടുള്ളത്, നല്ല പോലെ യോജിച്ച് വന്നിന് നമ്മളെ മസാലയും അതുപോലെ തന്നെ ഇതൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിന് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. നിങ്ങളും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. അടി പിടിക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, നോക്കിയിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ബീഫ് കുറച്ച് വെള്ളം ഉണ്ടേനും കേട്ടോ എൻ്റെത്. അപ്പോൾ നിങ്ങൾ നല്ല പോലെ ഊറ്റിയെടുത്തതാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കുക്കറിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. ഇനി നമുക്ക് റൈസും മസാലയും ദമ്മിട്ടിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യൂ കിസ്മിസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പൊരിച്ച് വെച്ചത്, അതും ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി വെച്ചിട്ടുണ്ട്. മല്ലിയിലയും പൊതിനയിലും എടുക്കട്ടെ. ഞാനിപ്പോൾ മല്ലിയില മാത്രമേ എടുത്തിനുള്ളൂ. എന്നിട്ട് ഇത് നമ്മൾ ഞാൻ മസാല ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മസാലേൻ്റെ മേലേത്ത് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയായിട്ടുള്ളത്, ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് മസാലേൻ്റെ ഈ ഒരു ഫ്ലേവർ റൈസിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇതാ കുറച്ച് ഉള്ളിയും അതുപോലെ നമ്മൾ ഉണ്ടാക്കി പൊരിച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് എല്ലാവരുടെയും ഒന്ന് വിതറി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുക
കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഗീ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ മേലേക്ക് വീണ്ടും ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറായിട്ടൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മസാല 2 ലെയറായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ഇത് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ഗീയും പിന്നെ കുറച്ച് മാത്രം പാലിൽ ഞാൻ മഞ്ഞൾ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. പക്ഷേ മഞ്ഞളായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിതൊരു ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടത്. ഇനിയിപ്പോൾ ഇതാ ഒരു 10-20 മിനിറ്റ് അതേ ലോ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഒന്ന് ദം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇത് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ നല്ല പോലെ ദമ്മായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് റൈസും മസാലയും വേറെ വേറെ ആക്കാം. സാധാരണ തലശ്ശേരി ദം ബിരിയാണിക്കൊക്കെ വേറെ വേറെ ആയിട്ടുണ്ടാവുക. ചില ആൾക്കാർ മിക്സാക്കി എടുക്കുന്ന ഞാൻ കാണാം. പക്ഷേങ്കിൽ വേറെ വേറെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ റൈസിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ റൈസ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദം ചെയ്യുന്ന സമയത്ത് ഒന്നിക്കങ്ങ് മൈദ വെച്ചിട്ടൊക്കെ അടക്കാം, അല്ലെങ്കിൽ ഫോയിലൊക്കെ വെച്ചിട്ട് കവർ ചെയ്യട്ടെ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയാണെന്ന് പറയാൻ പറ്റൂല കേട്ടോ. നമ്മളതിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുമല്ലോ. കാരണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കല്യാണ വീട്ടിൽ അടുപ്പിലാണ് വെച്ചെടുക്കുന്നത്. പക്ഷെ നമുക്ക് ഗ്യാസിൽ മാത്രമല്ലേ വെക്കാൻ പറ്റൂ, അടുപ്പിൽ അങ്ങനെ വെച്ച് എടുക്കാൻ പറ്റൂലല്ലോ. അതുപോലെ തന്നെ കണലിലിട്ടിട്ട് സാധാരണ ദം ചെയ്തിട്ട് എടുക്കൽ അതിനും പറ്റൂല. നമുക്കിപ്പോൾ ഗ്യാസ് മാത്രമാണല്ലോ, നമ്മൾ സാധാ അടുപ്പില്ലല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്സ് കാണിച്ച സമയത്തുണ്ടല്ലോ, എൻ്റെ കൂടെ ആരോ പറഞ്ഞു ഇങ്ങനെ മാഗി ക്യൂബ് ഉപയോഗിക്കില്ല, ഇതുവരെ ആരും മാഗി ക്യൂബ് ഉപയോഗിച്ചിട്ട് കണ്ടിട്ടില്ല എന്നിട്ട്. പക്ഷേ ശരിക്കും ഞാൻ ആ കമൻസ് തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ട് അത് മാഗി ക്യൂബല്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ ക്യൂബാണ്. കാരണം അന്ന് എൻ്റെ അടുത്ത് ബിരിയാണി മസാല ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ചിക്കൻ്റെ ക്യൂബ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഇട്ട് കൊടുത്തത് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന, ഞാൻ വീഡിയോ ഇട്ടിന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ്റെ ഗ്രേവി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്യൂബാട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനത് ബിരിയാണി മസാല ഇല്ലാത്തതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഞാൻ റൈസ് മൊത്തമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ബാക്കിയുള്ള റൈസും അതുപോലെ തന്നെ നമ്മളെ മസാല ഉണ്ടല്ലോ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലയും അതുപോലെ തന്നെ ആ റൈസൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു അടിപൊളി മസാലയായിട്ട് കിട്ടും. അപ്പോൾ ഇതാട്ടാ ഫൈനലിലൊക്കെ ഞാൻ റൈസും അതുപോലെ തന്നെ മസാലയൊക്കെ വേറെ വേറെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കുക്കിനും ഓരോതായിട്ടുള്ള സീക്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. നമ്മൾ സാധാ ചോറൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ കുക്കായിട്ടുള്ളത്, അവർക്ക് അവരേതായിട്ടുള്ള സീക്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ കല്യാണ വീട്ടിൽ വെക്കുന്ന ഈ ഒരു രീതി മാത്രം കാണിച്ചത്. ഓരോരുത്തരും ഓരോ രീതിക്കാണ് വെക്കുക. ചില ആൾക്കാർ ചിലത് ചേർക്കൂല, ചില ആൾക്കാർ ചിലത് ചേർക്കും. എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്നില്ലല്ലോ. അപ്പം ഈ ഒരു രീതി മാത്രമേ കാണിച്ചു തന്നെ. അപ്പോൾ ഇത് നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യലെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഒരു ചെറിയ പ്ലേറ്റിൽ ഇതുപോലെ തന്നെ മസാല ഫസ്റ്റ് ഇടും, അതിൻ്റെ മേലേക്ക് റൈസ് ഇട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് എടുത്തിട്ട് നേരെ നമ്മൾ കഴിക്കുന്ന പാത്രത്തിലേക്ക് തട്ടിയിടും കേട്ടോ ചെയ്യുക. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരം ഇതാ ഞാൻ മസാല അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ സാധാ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതിൽ മറ്റേ റോസ് വാട്ടറൊക്കെ ചേർക്കും കേട്ടോ. പക്ഷേ ഞാൻ അതൊന്നും ചേർത്തുന്നില്ല. അതിൻ്റെ സ്മെല്ലൊന്നും അനക്കത്ര ഈ ഒരു ഫ്ലേവറൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാട്ടോ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അടിയിൽ മസാലയും മേലെ റൈസുമായിട്ട് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്താലും ഇതേ രീതിക്ക് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചില ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാകും ബീഫൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുമെന്നൊക്കെ. നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അധികം മൂത്തിട്ടുള്ള ബീഫൊക്കെ ആവണമെങ്കിൽ കുറച്ചും കൂടി താമസം പിടിക്കും. അങ്ങനത്തെ ഇതേ രീതിക്ക് പ്രഷർ കുക്കറിൽ ചെയ്തിട്ട് എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അല്ലാത്തവർ എന്തായാലും പാത്രത്തിൽ തന്നെ വെക്കുക. കുറച്ച് കൂടുതൽ ടൈം വെച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. നല്ലപോലെ ബീഫൊക്കെ വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ കല്യാണം വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ കുറച്ച് എല്ലോടെയുള്ള ബീഫൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ബിരിയാണിക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊക്കെയുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.